വരണമെങ്കിൽ കുളിക്കണം. അവിടെ നമ്മൾ തീരുമാനിച്ചു രാവിലെ കുളിക്കുന്നില്ല അമ്പലത്തിൽ. ഓ സിമ്പിൾ, തീർന്നു. അപ്പൊ രാവിലെ അമ്പലത്തിൽ കുളിച്ചു വന്ന് 1 കിലോമീറ്റർ അവിടെയുള്ള നിങ്ങൾ നടന്നു വന്നു, ഇവിടെ നിങ്ങളുടെ പഞ്ചേന്ദ്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ 2 കിലോമീറ്റർ നടന്നു കൂടി രാവിലെ കുളിയും കഴിഞ്ഞു. നോക്കൂ, വിശ്വാസത്തെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തി, വിശ്വാസത്തെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി. രാവിലെ അഗ്രഹാരത്തിലെ സ്ത്രീകൾ വീട്ടിന്റെ മുന്നിൽ കോലം വരച്ചു. കോലം വരക്കാൻ അരിപ്പൊടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, നിയമം. അത് ഉറുമ്പുകൾക്കുള്ള ഭക്ഷണമായിരുന്നു. ഒരു ഉറുമ്പ് പോലും രാവിലെ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉറുമ്പിന് രാവിലെ അരി കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കൂല എന്ന് ആചാര്യന് അറിയാം. അതുകൊണ്ട് അരിപ്പൊടി കൊണ്ട് എന്താക്കാൻ പറഞ്ഞു? കോലം വരക്കാൻ പറഞ്ഞില്ല. ഉറുമ്പിനെ പ്രശ്നമൊന്നുമില്ല, കോലം വരച്ച അരിയായത് കൊണ്ട് ഉറുമ്പെടുക്കാൻ ഇരിക്കുന്നില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനം എലിയ, സരസ്വതിയുടെ വാഹനം പഴുതാര. നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഒരു ഫോട്ടോ നോക്കിയാൽ പറ്റുമോ? അതേതാ ഫോട്ടോ? നമ്മുടെ സമയം ആയോ? ഓക്കെ, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. നമ്മുടെ വീട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടാകും, നമ്മൾ നോക്കേണ്ട ഒരു ഫോട്ടോ ഉണ്ട്. അതേതാ? പരമേശ്വരന്റെ കുടുംബത്തിന്റെ ഫോട്ടോ. അന്ന് തന്റെ കുടുംബം 2 മക്കളെ, പരമേശ്വരൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ. ഈ 4 ആളെ വീട്ടിലുള്ളൂ? അല്ല, വേറെ 5 ആളും കൂടെ ഉണ്ട്. പരമേശ്വരന്റെ കഴുത്തിലൊരു പാമ്പ്, ഗണപതിക്കൊരു എലി. സുബ്രഹ്മണ്യനൊരു മയില്, പാർവതിക്കൊരു സിംഹം. പരമേശ്വരന്റെ വാഹനമായിട്ടൊരു കാള. നിങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഈ പാമ്പയിലേക്ക് കണ്ടാൽ എന്ത് അവ്വാറി എന്നൊക്കെ ചോദിക്കുമോ? ഓടിച്ചിട്ട് പിടിക്കും. പക്ഷെ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഗണപതിയുടെ എലിയെ പിടിക്കില്ല. പാമ്പിറച്ചിയാണ് മയിലിറച്ചി. പക്ഷെ സുബ്രഹ്മണ്യന്റെ മയിൽ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിനെ പിടിക്കില്ല. പാർവതീദേവിയുടെ സിംഹത്തിന് ഏറെ പ്രിയമുള്ള മാംസമാണ് കാള ഇറച്ചി. പരമേശ്വരന്റെ കാള ഇറച്ചി ഇന്ന് രാവിലെ വരെ പിടിച്ചിട്ടില്ല. ഈ കാളയെ ഈ സിംഹം പിടിച്ചിട്ടില്ല. ഒരു വീട്ടിൽ 9 ആളാണ്, 4 ദൈവങ്ങളും 5 പരസ്പരം കടിച്ച് കൊന്ന് തിന്നുന്ന ജീവികൾ. പാമ്പ്, എലി, മയിൽ, സിംഹം, കാള. ഒരു ചെറിയ വീട് എന്ന് പറയുന്ന ഒരു പാർപ്പാണ്. അവിടെ കൈലാസത്തിൽ 9 പേര് പരസ്പരം കടിച്ച് ഭൂമിയിൽ കൊന്നുതിന്ന ജീവജാലങ്ങളെല്ലാം ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്: ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. സ്നേഹം, പരസ്പര വിശ്വാസം. ഇത് എപ്പോ നഷ്ടപ്പെടുന്നോ അന്ന് തീർന്നു കുടുംബത്തിന്റെ സ്വസ്ഥത. ഇത് 2 നഷ്ടപ്പെട്ടു. സ്നേഹം നഷ്ടപ്പെടുന്നത്, വിശ്വാസവും നഷ്ടപ്പെടുന്നത്. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ട തിരിച്ചുപിടിക്കാൻ വലിയ പണിയാണ്. അതുകൊണ്ട് വിശ്വാസത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഒന്നും പരമാവധി ചെയ്യാതിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് കളവ് പറയരുത്, സത്യം പറയാതിരിക്കണം. എല്ലാ സത്യവും പറയരുത് കേട്ടോ. കല്യാണം കഴിച്ച ആദ്യ രാത്രി ഭാര്യയോട് മൊത്തം പ്രേമിച്ച പെണ്ണിന് ലിസ്റ്റ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കൊപ്പം മണ്ണിടിയേണ്ട സത്യങ്ങളുണ്ട്. ഒരാളോടും പറയാൻ പാടില്ല സത്യം. ചില ആളെ പറയില്ല, ഞാൻ എല്ലാ സത്യവും മുഖത്ത് നോക്കി പറയുന്ന ആളാണെന്ന്. ആ വീട്ടിൽ പ്രശ്നം തീരുകയും എന്നും തന്നെ ഞാൻ എല്ലാ സത്യവും വിളിച്ചു പറയും. എല്ലാ സത്യവും വിളിച്ചു പറയരുത്. കളവ് പറയരുത്, സത്യം പറയാതിരിക്കാം. ഈ പോളിസി നമ്മൾ പാലിക്കണം. എല്ലാ സത്യവും എല്ലാവരോടും പറയരുത്. അപ്പൊ നമുക്ക് പരസ്പര ഭാവനയോടുകൂടി ഒരു സംഘടന. ഗണപതിയുടെ വാഹനം എലിയാകുന്നത് ഗണപതി കഴിഞ്ഞാൽ ബെൻസൊക്കെ കിട്ടും. പക്ഷേ ഈ ഭൂമിയിൽ ഏറ്റവും നിസാര ജീവികളൊന്നായ എലിയും ഏറ്റവും വലിയ ജീവി ആനയും പരസ്പര പൂരകങ്ങളാണ്. ഇങ്ങനെ അനേക തത്വങ്ങളാൽ നിറയപ്പെട്ട നമ്മുടെ ഹൈന്ദവ ദാർശനിക ആശയങ്ങളെ പഠിക്കുവാനുള്ളത് കൂടിയാണ് നമ്മുടെ ഉത്സവം. ഇതിനുശേഷം എന്തൊക്കെ പരിപാടി എനിക്ക് അറിയില്ല. എന്നാലും നമുക്ക് ഒന്നിച്ചിരിക്കുമ്പോൾ ഇത്തരം ആശയങ്ങളെ കുറിച്ച് പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് 2019 മുതൽ സനാതന ധർമ്മപാഠശാല പ്രവർത്തിക്കുന്നത്. ദിവസം 1/2 മണിക്കൂർ എന്തുവിനെ പഠിക്കുക. വാട്സപ്പിലൂടെ ഭഗവത്ഗീത, രാമായണം. ഒളിച്ചോടാൻ പരിശ്രമിച്ച അർജുനൻ കർമ്മനിപുണനായി തിരിച്ചു വന്ന പ്രത്യയശാസ്ത്രം 7 ശ്ലോകം 18 അധ്യായം. അതാണ് ഭഗവത്ഗീത. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഹൃദയം പൊട്ടി മരിച്ചുപോയ രാജാവിന്റെ ചരിത്രമാണ് രാമായണം. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ രാമന്റെ കഥയാണ് രാമായണം.